ശശി തരൂർ എംപിയെ കോൺഗ്രസ് തീർത്തും ഒഴിവാക്കിയ മട്ടാണ്. കോൺഗ്രസ് ഇറക്കിയ ഈ പട്ടികയിൽ തരൂരില്ല. അതായത് പാകിസ്ഥാൻ അതിർത്തി കടന്ന് സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെ ആഗോളതലത്തിൽ തുറന്നു കാട്ടുന്നതിനായി കേന്ദ്ര സർക്കാർ അയക്കുന്ന പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് നിർദ്ദേശിച്ചവരിൽ തരൂരിന്റെ പേരില്ല. പേരുകൾ അടങ്ങിയ പട്ടികയുടെ വിശദാംശങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, നാസിർ ഹുസൈൻ, രാജ് ബ്രാർ എന്നിവരുടെ പട്ടികയാണ് രാഹുൽ ഗാന്ധി നൽകിയത്. പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് ശുപാർശ ചെയ്ത പട്ടികയിൽ മുൻ ക്യാബിനറ്റ് മന്ത്രി ആനന്ദ് ശർമ്മ, ലോക്സഭയിലെ പാർട്ടി ഉപനേതാവ് ഗൗരവ് ഗൊഗോയ്, രാജ്യസഭാ എംപി ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ, ലോക്സഭാ എംപി രാജ ബ്രാർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കേന്ദ്രം പരസ്യപ്പെടുത്തിയ അന്തിമ പട്ടികയിൽ ഈ 4 പേരുകളും ഇല്ലായിരുന്നു. പകരം തിരുവനന്തപുരത്ത് നിന്ന് 4 തവണ എംപി ആയ ശശി തരൂർ സർവകക്ഷി സംഘത്തെ നയിക്കുമെന്ന് പാർലമെന്ററി കാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. BJP നേതാക്കളായ രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡ, ജനതാദൾ MP സഞ്ജയ് കുമാർ ധ, DMK-യുടെ കനിമൊഴി കരുണാനിധി, NCP നേതാവ് സുപ്രിയ സുലെ, ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ എന്നിവരാണ് പേരുകൾ ഉൾപ്പെടുത്തിയ മറ്റ് അംഗങ്ങൾ. പാകിസ്ഥാനെതിരായ നയതന്ത്ര നീക്കം ശക്തമാകുന്നതിന്റെ ഭാഗമായാണ് സർവകക്ഷി സംഘത്തെ ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. 5 മുതൽ 6 എംപിമാർ അടങ്ങുന്ന സംഘത്തെയാണ് US, UK, ദക്ഷിണാഫ്രിക്ക, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കാൻ അയക്കുക. മെയ് 22-ന് ശേഷമായിരിക്കും പര്യടനം തുടങ്ങുക. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആണ് സംഘത്തെ ഏകോപിപ്പിക്കുന്നത്. അതേസമയം പാകിസ്ഥാനെതിരെ വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സംഘത്തിലേക്കുള്ള സർക്കാർ ക്ഷണം ബഹുമതിയായി കരുതുന്നുവെന്നാണ് ശശി തരൂർ MP പറഞ്ഞത്. ദേശ താൽപര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാറി നിൽക്കില്ലെന്നും തരൂർ X-ൽ കുറിച്ചിരുന്നു. ശശി തരൂരിനെ പ്രതിനിധിയായി അയക്കുന്നതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് KPCC. മോദി സർക്കാരിന്റെ പിഴവുകൾ തിരുത്തി രാജ്യത്തിന്റെ നിലപാട് അവതരിപ്പിക്കാൻ തരൂരിന് കഴിയും. BJP നേരിടുന്ന പ്രതിഭകളുടെ കുറവാണ് തരൂരിനെ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് KPCC വ്യക്തമാക്കിയത്. പാകിസ്ഥാനെതിരെ വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ നയതന്ത്ര നീക്കവുമായി സഹകരിക്കുമെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞിരുന്നു. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളുമായി സർക്കാർ സംസാരിച്ചത് പേരുകൾ പുറത്തു വന്ന ശേഷം മാത്രമാണ്. സംഘാംഗങ്ങളെ കുറിച്ച് കേന്ദ്രം അതാത് പാർട്ടികളോട് നേരത്തെ ആലോചിക്കേണ്ടിയിരുന്നെന്നും ബ്രിട്ടാസ് പറഞ്ഞു. അതേസമയം ഈ മാസം അവസാനത്തോടെയാകും സന്ദർശനം. എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെ നേരിടുന്നതിനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തോടുള്ള സമീപനം സർവകക്ഷി സംഘങ്ങൾ ഉയർത്തിക്കാട്ടും. ഭീകരവാദത്തിനെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത രാജ്യത്തിന്റെ ശക്തമായ സന്ദേശം അവർ ലോകത്തിനു മുന്നിൽ എത്തിക്കുമെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രാലയം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സത്യത്തിൽ പാർട്ടി നിർദ്ദേശിക്കാത്ത തരൂരിനെ പ്രതിനിധി സംഘത്തെ നയിക്കാൻ നിയോഗിച്ചതിൽ കോൺഗ്രസിൽ അതൃപ്തിയുണ്ട്. പ്രതിനിധി സംഘത്തിലേക്ക് ആളുകളെ നിർദ്ദേശിക്കണമെന്ന് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതുപ്രകാരമാണ് കോൺഗ്രസ് 4 പേരടങ്ങുന്ന പട്ടിക നൽകിയത്. അതിൽ തരൂരില്ല എന്നത് ശ്രദ്ധേയമാണ്. കോൺഗ്രസ് നിർദ്ദേശമില്ലാതെ തന്നെ തരൂരിനെ പ്രതിനിധി സംഘത്തിന്റെ നേതാവാക്കി വിദേശത്തേക്ക് അയക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. അമേരിക്ക, ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ്, ഗൾഫ് മേഖലകളടക്കമുള്ള 50ഓളം രാജ്യങ്ങളിലേക്കാണ് പാർലമെന്ററി നയതന്ത്ര സംഘം പോവുകയെന്നാണ് വിവരം. ഇന്ത്യ-പാക് സംഘർഷത്തിലെ യഥാർത്ഥ ചിത്രം തുറന്നുകാട്ടുകയാണ് സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്.